ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജെൻസി പ്രക്ഷോഭം രൂക്ഷമാവുകയാണ്. പ്രതിഷേധത്തിനിടെ പോലീസ് വെടിവയ്പിൽ 19 യുവാക്കൾ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മന്ത്രിമാരുടെ വസതികൾക്ക് തീയിട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വന്നു. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് യുവാക്കൾ ഇപ്പോൾ തെരുവിലിറങ്ങി ഉന്നയിക്കുന്നത്. നേപ്പാളിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാൾ ഉറ്റ സുഹൃത്തും അയൽക്കാരുമാണെന്നും ഏറ്റുമുട്ടൽ ഒഴിവാക്കി സമാധാനപരമായ മാർഗത്തിലേക്ക് മടങ്ങണമെന്നുമാണ് ഇന്ത്യയുടെ സന്ദേശം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ്, എക്സ്, റെഡിറ്റ്, ലിങ്ക്ഡ്ഇൻ തുടങ്ങിയ കമ്പനികൾ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ രാത്രി തന്നെ നിരോധനം സർക്കാർ പിൻവലിച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പുനരാരംഭിക്കലിൽ വീഴ്ച. കേന്ദ്രമന്ത്രിമാർ മൗനം പാലിക്കുന്നു. കേരളക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ പുനരാരംഭിക്കൽ. നിലവിൽ മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ 20 കോച്ചുള്ള വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുമ്പോൾ മധുര ഡിവിഷനിലെ 14 കോച്ച് റേക്ക് അതിനായി മാറ്റിവെക്കും. ഇതോടെ മധുര ഡിവിഷനിൽ 4 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കാൻ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ ഇടപെടുന്നില്ലെന്നും യാത്രക്കാരുടെ അഭ്യർത്ഥനകളെ മാനിക്കുന്നില്ലെന്നുമാണ് റിപ്പോർട്ട്. നിലവിൽ മധുര ഡിവിഷനിൽ നിന്നുള്ള വന്ദേ ഭാരത് സർവീസുകൾ ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കുമാണ്. പുതിയ റേക്ക് ഉപയോഗിച്ച് രാമേശ്വരം തിരുപ്പതി സർവീസ് ആരംഭിക്കാനും സൂചനയുണ്ട്. 8 കോച്ചുള്ള മധുര ബംഗളൂരു സർവീസ് 16 കോച്ചായി വർദ്ധിപ്പിക്കലും പരിഗണനയിലാണ്. തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ പുതിയ 20 കോച്ച് വന്ദേ ഭാരത് സർവീസ് യാത്രക്കാർക്ക് ആശ്വാസമാകും. KSRTC ചരിത്ര നേട്ടത്തിൽ. ഒറ്റ ദിവസത്തിൽ 10.19 കോടി രൂപ വരുമാനം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാനം 2025 സെപ്റ്റംബർ 8 KSRTC സ്വന്തമാക്കി. ഈ ദിനം KSRTCക്ക് 10.19 കോടി രൂപ വരുമാനമാണ് ലഭിച്ചത്. മുൻപ് 2024 ഡിസംബർ 23 ശബരിമല സീസണിൽ നേടിയ 9.22 കോടി രൂപയുടെ റെക്കോർഡാണ് ഇതിലൂടെ മറികടന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ ഈ നേട്ടം പങ്കുവച്ചു. കേരളത്തിലെ KSRTC ജീവനക്കാരുടെ അക്ഷീണ പരിശ്രമത്തിന് നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തി. ഡിജിറ്റൽ പേയ്മെന്റ്, ട്രാവൽ കാർഡ്, ചലോ ആപ്പ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ യാത്രക്കാർക്ക് ഗുണം വർദ്ധിപ്പിച്ചതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. ലെക്സസ് ഇന്ത്യയിൽ ചരിത്രപരമായ വിലക്കുറവിൽ. കേന്ദ്ര സർക്കാർ GST നിരക്കുകളിൽ മാറ്റം വരുത്തിയതിന്റെ ഫലങ്ങൾ ആഡംബര കാർ വിഭാഗത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ജാപ്പനീസ് ആഡംബര വാഹന ബ്രാൻഡായ ലെക്സസ് ഇന്ത്യ വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചു. ഏറ്റവും വലിയ വിലക്കുറവ് ഫുൾ സൈസ് XUV ആയ ലെക്സസ് LX 500 മോഡൽ ലഭിക്കുന്നു. ഏകദേശം 20.8 ലക്ഷം രൂപ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ. ലെക്സസ് ഇന്ത്യ പ്രസിഡന്റ് ഹിക്കാരു ഇക്യൂച്ചി ഈ ചരിത്രപരമായ പരിഷ്കാരത്തിന് ഇന്ത്യ ഗവൺമെന്റിനോടുള്ള നന്ദി അറിയിച്ചു. പുതിയ വിലകൾ ഉത്സവ സീസണിന് മുമ്പ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. ഏഷ്യാ കപ്പിൽ സമ്മാനത്തുക ഇരട്ടിയാക്കി. UAEയിൽ ഇന്ന് ആരംഭിക്കുന്ന ഏഷ്യാ കപ്പിൽ ഇത്തവണ സമ്മാനത്തുകയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കിരീടം നേടുന്നവർക്ക് $3 ലക്ഷം അമേരിക്കൻ ഡോളർ, ഏകദേശം 2.6 കോടി രൂപ. രണ്ടാം സ്ഥാനക്കാർക്ക് $1.5 ലക്ഷം അമേരിക്കൻ ഡോളർ, ഏകദേശം 2.3 കോടി രൂപ. ടൂർണമെന്റിലെ മികച്ച താരത്തിന് 12.50 ലക്ഷം രൂപ എന്നിവയാണ് സമ്മാനമായി ലഭിക്കുക. 2023 ഇന്ത്യക്ക് ലഭിച്ച 1.25 കോടി രൂപയെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം വർധനവാണിത്. 8 ടീമുകൾ 2020 ഫോർമാറ്റിൽ മത്സരിക്കുന്ന ഇത്തവണത്തെ കപ്പ് സെപ്റ്റംബർ 28 സമാപിക്കുന്നത്. 8 തവണ കിരീടം നേടിയ ഇന്ത്യയാണ് നിലവിലെ ജേതാക്കൾ. ആതിഥേയരായ UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.